പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു മാതൃകാ വിദ്യാലയത്തിൻ്റെ കഥ കേൾക്കാം. കുരങ്ങൻമൂല LP സ്കൂൾ. ഇന്ന് നമുക്ക് കുരങ്ങൻമൂല സ്കൂളിലാണ് പോകേണ്ടത്. വിദ്യാഭ്യാസ ഓഫീസർ തരങ്കിണിമാൻ വിഷമത്തോടെ പറഞ്ഞു. എന്തൊരു നാശം പിടിച്ച സ്കൂളാണത്. കുട്ടികളും ശരിയാണ്, അധ്യാപകരും ശരിയാണ്. മാഡം നിരാശയോടെ പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറി. മുമ്പ് ഞാൻ പലവട്ടം അവിടെ പോയിട്ടുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ, അനുസരണയില്ലാത്ത കുട്ടികൾ, കൃത്യനിഷ്ഠയില്ലാത്ത അധ്യാപകർ. എന്തൊരു സ്കൂളാണത്. എങ്കിലും ആ സ്കൂളിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ലേ? ഒരു മാറ്റം ഉണ്ടാവാൻ വഴിയില്ല. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ മനോഹരമായ ഒരു കമാനമാണ് അവരെ സ്വാഗതം ചെയ്തത്. കുരങ്ങൻമൂല മാതൃക പ്രൈമറി സ്കൂൾ. എന്ത് മാതൃക? ഉഴപ്പലിൻ്റെയോ അതോ അലമ്പിൻ്റെയോ? ഓഫീസർ പുച്ഛത്തോടെ പറഞ്ഞു. ഓഫീസറുടെ വാഹനം നിർത്തിയപ്പോൾ യൂണിഫോം ധരിച്ച സെക്യൂരിറ്റി പാർക്കിംഗ് സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് മാഡത്തിനെ ബഹുമാനത്തോടെ സ്വീകരിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ആരും കൊതിക്കുന്ന ഒരു പ്രദേശം പോലും തോന്നി. അവിടെ മനോഹരമായ പുൽത്തകിടികൾ, പൂന്തോട്ടങ്ങൾ വൃത്തിയായി പരിചരിക്കുന്നു. പൂത്തു നിൽക്കുന്ന ചെടികൾ, അടുക്കും ചിട്ടയോടെ പണിതിരിക്കുന്ന ക്ലാസ് മുറികൾ, അതിമനോഹരമായ ഓഫീസ് റൂം. ഹെഡ് മിസ്ട്രസ് സാരംഗി പശു ചോദിച്ചു, മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് മാഡം ഉപജില്ലാ ഓഫീസറായിരുന്ന സമയത്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ മൂലം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വന്നു. ഓർക്കുന്നുണ്ടോ? പഴയ കാര്യമൊക്കെ ഞാനും ഓർക്കുന്നു, തരങ്കിണി വിഷമത്തോടെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. ഇപ്പോഴിവിടെ വീണ്ടും പ്രധാന അധ്യാപികയായിട്ടാണ് തിരിച്ചെത്തിയത്. കൊള്ളാം. നിങ്ങളാണോ ഈ വിദ്യാലയത്തിൻ്റെ മാറ്റത്തിന് കാരണം? അല്ലല്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുതിയതായി എത്തിയ അധ്യാപകർ, മിടുമിടുക്കരായ കുട്ടികൾ, അതിലും മിടുക്കരായ രക്ഷിതാക്കൾ, ഇവരെല്ലാം ഒത്തുചേർന്നാണ് ഈ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത്. സർക്കാർ സഹായവും സന്നദ്ധ സംഘടനകളുടെ സഹകരണവും കൊണ്ട് പുതിയ കെട്ടിടവും പണിയാൻ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത്. അധ്യാപകരെന്നോ കുട്ടികളെന്നോ മറ്റ് ജീവനക്കാരെന്നോ ഭേദമില്ലാതെ ഈ ചെടികളെല്ലാം നനയ്ക്കാനും പരിപാലിക്കാനും മത്സരമാണ്. മറ്റെവിടെ നിന്നും ലഭിക്കാത്തത്ര രുചികരമായ പോഷകാഹാരം ഇവിടുത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നു. കാരണം ഇവിടെ ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം കൃഷി ചെയ്തെടുക്കുകയാണ്. പുറത്തേക്ക് കൊടുക്കാനും സാധിക്കാറുണ്ട്. വിശാലമായ പഴത്തോട്ടവും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടം പോലെ രുചികരമായ പഴങ്ങൾ തിന്നാം. മറ്റെല്ലാവരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പുറകെ പോയി. പക്ഷേ ഞങ്ങൾ കുരങ്ങൻമൂലയെ മങ്കീസ് കോർണർ ആക്കിയില്ല. എങ്കിലും ഇവിടുത്തെ കുട്ടികൾ ഭംഗിയായി ഇംഗ്ലീഷ് എഴുതുകയും വായിക്കുകയും ചെയ്യും. നോക്കൂ, 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശീതൽ കൊക്ക് വിശിഷ്ടാതിഥിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മനോഹരമായ ഒരു പ്രസംഗം ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചു. ഒത്തൊരുമയോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന് നിങ്ങൾ തെളിയിച്ചു. ഞാൻ സന്ദർശിച്ച വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാലയം ഇതാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ല. ജില്ലാ വനവിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും മികച്ച
വിദ്യാലയം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളായിരിക്കും ആദ്യം എൻ്റെ മനസ്സിലുണ്ടാവുക. ഓഫീസർ ആവേശത്തോടെ പറഞ്ഞ വാക്കുകൾ കേട്ട് അധ്യാപകർ വിനയത്തോടെ പുഞ്ചിരിച്ചു.